എൻ്റെ പേര് ഷീബ. ഞാൻ ആയിത്തുപടി ഇടവകയിൽ നിന്ന് വരുന്നു. ഈശോയും മാതാവും നടത്തി തന്ന 2 അനുഭവങ്ങളാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ വീട്ടിൽ 4 സെൻറ്റ് സ്ഥലം പുറമ്പോക്കായി കിടക്കാറുന്നു. ഒരുപാട് കൊല്ലങ്ങളായി ഇത് ഇങ്ങനെ പോക്കുവരവ് ചെയ്യാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ്റെ സ്ഥലമെടുത്ത് നമുക്ക് ഇട്ട് തരും. അത് അന്ന് ചെയ്യും, അന്നത്തെ കാര്യം ശരിയാവും. രണ്ടാമതും ഇതുപോലെ പോകും, വീണ്ടും മറ്റൊരുത്തൻ്റെ സ്ഥലം ഇട്ട് തരും, നമുക്കത് വീണ്ടും ആ കംപ്ലൈൻറ്റ് മാറ്റി തരും. ഇങ്ങനെ വർഷങ്ങളായി വന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചിയുടെ സ്ഥലം കംപ്ലൈൻ്റായി വന്നപ്പോൾ ആ ചേച്ചിക്ക് വില്ലേജിൽ നിന്ന് അവർക്കുടെ സ്ഥലം ശരിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്ഥലമില്ലാതാകുകയും 4 സെൻറ്റ് സ്ഥലം പുറമ്പോക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം കുറവാണെന്ന് പറഞ്ഞു. ഞങ്ങളതിന് അപേക്ഷയൊക്കെ വെച്ചെങ്കിലും കാര്യങ്ങളൊന്നും ശരിയായില്ല. വീണ്ടും വില്ലേജുകാർ പറഞ്ഞു നിങ്ങൾ കളക്ട്രേറ്റിൽ അപേക്ഷ കൊടുക്ക്. അങ്ങനെ ഞങ്ങൾ കളക്ട്രേറ്റിൽ അപേക്ഷ കൊടുത്തു. 2ഉം 3ഉം പ്രാവശ്യം ചെന്ന് അന്വേഷിച്ചു, ഒന്നുമായില്ല. വീണ്ടും എൻ്റെ ഹസ്ബൻഡ് കാശ് രൂപം, മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് പോയി കാശ് രൂപം കയ്യിൽ വെച്ചുകൊണ്ട് കളക്ട്രേറ്റിൻ്റെ ഓഫീസിൽ കയറി. കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വില്ലേജിലേക്ക് വിട്ടിട്ടുണ്ട്, അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവർ താലൂക്കിലേക്ക് വിട്ടു. താലൂക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വില്ലേജിലേക്ക് വിട്ടു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു കാശ് രൂപം മുറുക്കെ പിടിച്ചോ, നമുക്കത് നടത്തി കിട്ടും. ഞാൻ അതിന് 2 ദിവസം മുമ്പ് ഉപ്പ് വെതറി അവിടെയെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ മണൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ആ മണൽ കൊണ്ടുപോയി ആ 4 സെൻറ്റ് സ്ഥലത്തും വിതറി പ്രാർത്ഥിച്ചു. അനുഗ്രഹമെന്ന് പറയട്ടെ, ഈ 4 സെൻറ്റ് സ്ഥലം പുറമ്പോക്കായി കിടന്നത് ഇനി ഒരിക്കലും ശരിയാവില്ല എന്ന് ജനമെല്ലാം പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു. ആ വില്ലേജിലേക്ക് വന്ന ഫോം 1 മണിക്കൂർ ഇരിക്കി ഞങ്ങൾ ശരിയാക്കി തരാം. അത്രയും നാൾ നടന്നിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞത് അമ്മ ഞങ്ങളുടെ കൂടെ വില്ലേജ് ഓഫീസിലേക്ക് കയറി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ആ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ആ വില്ലേജ് എന്ന ആ കാര്യം 4 സെൻറ്റ് സ്ഥലം പോക്കുവരവ് ചെയ്ത് ആ കാര്യം ഞങ്ങൾക്ക് മാതാവ് ഈശോയും നടത്തി തന്നു. രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞത്, എൻ്റെ ഭർത്താവിൻ്റെ അപ്പന് 33 വർഷമായിട്ട് സ്ഥലം വീതം വെച്ച് കിട്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്നും ഈ എന്ത് അപകടം പറ്റിയാലും എന്ത് അസുഖം വന്നാലും ഞങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ പോകുന്ന വഴിയായാലും ഒരു കാറ് വന്ന ആളെ ഇരുത്തിക്കൊണ്ട് പോകാൻ ഒന്നിനും, അല്ലെങ്കിൽ ഒന്ന് കിടത്തിക്കൊണ്ട് പോകുവാൻ ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. ഞാൻ അന്ന് തൊട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ 2019 മെയ് 22-ാം തീയതി ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ ഈ കാര്യം ഉടമ്പടിയിൽ 6ാമത്തെ പുതുക്കലിന് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ 2022 മെയ് മാസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇളയപ്പൻ്റെ സ്ഥലമായിരുന്നു അത്. ആ സ്ഥലത്ത് ഇളയപ്പനോട് ചെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു തരില്ല. രണ്ടാമത് വളരെ വിഷമത്തോടു കൂടി തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് 10 വീട്ടുകാർക്ക് കൂടിയുള്ള വഴിയാണത്. ഞങ്ങൾ ചോദിച്ചിട്ടായിരിക്കും തരാത്തതെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കൊണ്ടൊക്കെ ചോദിപ്പിച്ചു, തരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഈ 290 മീറ്റർ ഉണ്ട് ഞങ്ങളുടെ വഴിയിലേക്കുള്ള വഴി കിട്ടാനായിട്ട്. ഈ 290 മീറ്ററിന് ഞങ്ങൾ ആ വഴി ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു, കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. പച്ചത്തിരിയും നീലത്തിരിയും വെളുപ്പിന് 4 മണി ആയപ്പോൾ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും 2ഉം 3ഉം വട്ടം നടന്ന് ലാസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വഴിക്ക് റെഡി ആയിക്കോ, പൈസ ഒപ്പിച്ചോ, നമുക്ക് ഇന്ന സമയത്ത്, അതായത് ഫെബ്രുവരി 4-ാം തീയതി വാക്ക് പറയാൻ മാതിരി നിങ്ങൾ 10 വീട്ടുകാരോട് അനുവാദം ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 10 വീട്ടുകാരും വഴിയിലുള്ളവരായാലും എല്ലാവരും ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. ഇപ്പോൾ വഴി വേണ്ട, പിന്നീട് മതി,
എന്നുള്ള ഇതൊക്കെയായിരുന്നു. ഞാനപ്പോഴും ഈ 10 വീട്ടുകാരുടെ വീടുകളിലും വെളുപ്പിന് ചെന്ന് എല്ലാ വീടുകളിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ 10 വീട്ടുകാരും ഫെബ്രുവരി 4-ാം തീയതി വാക്ക് പറയാനായിട്ട് അവിടെ മീറ്റിംഗ് കൂടി വാക്ക് പറഞ്ഞു. മാർച്ച് 4-ാം തീയതി ഞങ്ങൾ പൈസ കൊടുത്തു. 33 വർഷമായിട്ട് ഇല്ലാതിരുന്ന വഴി ഇപ്പോൾ വലിയ നിസ്സാൻ കയറി വരും. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈശോയും മാതാവും കൂടെ നിന്ന് ഞാൻ എന്നും പോരുമ വിശ്വാസ പ്രമാണം ചൊല്ലി അതിലെ പോരുമ ഞാൻ കമ്പനിയിൽ പണിക്ക് പോകുന്ന ആളാണ്. എങ്കിലും ഞാൻ അവിടെ നിന്ന് നടന്നു പോന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എത്രയും നീളം മാതാവും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവ് ഈശോയും നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ഇവിടെ നിന്ന് പോകുന്ന ബസ്സിൽ പോകുന്ന എല്ലാ യാത്രക്കാർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. കൂടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഞാൻ കൊടുക്കും. പിന്നെ മലയാറ്റൂർ ദർശന ധ്യാന കേന്ദ്രത്തിൽ അടുത്ത് ഒരു മാനസിക രോഗികളുടെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ചെന്ന് മാനസിക രോഗികൾക്ക് ഭക്ഷണത്തിന് എന്നാൽ പറ്റുന്ന പൈസ കൊടുത്ത് അവരുടെ കൂടെ ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ നടുവിന് കംപ്ലൈൻ്റായിട്ട് സുഷ്മന നാടിക്ക് കംപ്ലൈൻ്റായിട്ട് 6 കൊല്ലമായി കിടന്ന കിടപ്പാണ്. എന്നാൽ പറ്റുന്ന ഭക്ഷണവും എന്നാൽ പറ്റുന്ന കൊച്ചു കാശും കൊടുത്ത് ഞാൻ പോയി അന്വേഷിക്കാറുണ്ട്. ഈ മാതാവ് ഈശോയും നടത്തി തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ ഈ ജൂൺ 18-ന് എൻ്റെ മകളുടെ CMA USA പരീക്ഷയാണ്. 2 പ്രാവശ്യം ഫെയിലായി, 3-ാം പ്രാവശ്യം പരീക്ഷയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ 4 സെൻറ്റ് സ്ഥലം പുറമ്പോക്കായി പോകാനുള്ള കാരണം എന്തായിരുന്നു? എത്ര നാളായിട്ട് ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു? 4 സെൻറ്റ് സ്ഥലം പുറമ്പോക്കായത് 33 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് പുറമ്പോക്കായിട്ട് കിടന്നു എന്നാണ് പറയുന്നത്. കളക്ട്രേറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഇത് സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ പേപ്പറുകൾ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് 3-ാം പ്രാവശ്യം വരുത്തിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത്രയും നാളും അത് എഴുതി തന്ന് അതിൽ മിസ്റ്റേക്ക് വരുത്തിയതാണ്. ഞങ്ങളത് മീറ്റിംഗ് വിളിച്ചു കൂട്ടട്ടെ, ഞങ്ങൾ ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മൾ കാശ് രൂപം വെച്ച് വില്ലേജ് ഓഫീസ് കളക്ട്രേറ്റിൻ്റെ ഓഫീസിൽ കയറി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഞങ്ങൾക്ക് 22.25 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 22.25 സെൻറ്റ് സ്ഥലം അവിടെ ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്തു തരണമെന്ന് അവിടുത്തെ കളക്ടർ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് അത് ചെയ്തു തന്നത്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. 33 വർഷമായിട്ട് ആ ഒരു സ്ഥലം ഇവർ പോക്കുവരവൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ 4 സെൻറ്റ് സ്ഥലം പുറമ്പോക്ക് ആയിട്ടായിരുന്നു. അപ്പോൾ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം പിടിച്ച് പോയതിൻ്റെ ഫലമായിട്ട് ദൈവമാതാവ് കൂടെ വന്നു. കളക്ടർ അതിൻ്റെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും ഈ സഹോദരിക്ക് അത് നോർമൽ ഒരു വസ്തുവായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വഴിയുടെ തടസ്സം പറഞ്ഞു. അതും കൃപാസനത്തിൽ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച. എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.